നമസ്തേ. ഫ്രം എ തിയോസഫിക്കൽ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഒരു എസോട്ടറിക് പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും അനന്തതയുടെ ആത്മാക്കളാണ്. മുൻപുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പല രീതിയിലുള്ള ശരീരങ്ങളുണ്ട് എന്നുള്ളത്. സ്ഥൂല ശരീരത്തിനെക്കുറിച്ചും സൂക്ഷ്മ ശരീരത്തിനെക്കുറിച്ചും കാരണ ശരീരത്തിനെക്കുറിച്ചുമൊക്കെ. അതുപോലെ തന്നെ ചക്രങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 7 ചക്രാസ് 7 നിറങ്ങളിൽ വരുന്നത്. ഓറയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഓറയാണെങ്കിലും 7 നിറങ്ങളിൽ വരുന്നു. ചക്രങ്ങളിൽ എന്നതുപോലെ തന്നെ അവയിൽ ചിലത് ഡൊമിനേറ്റ് ചെയ്യുന്നു. ഫ്രം ദിസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് നമ്മളൊരു എസൻസ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ യൂണിവേഴ്സിന്റെ എസൻസ്, ഈ യൂണിവേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മളൊരു വിസിബിൾ യൂണിവേഴ്സിനെ മാത്രം കരുതരുത്. വിസിബിൾ യൂണിവേഴ്സിന്റെ അപ്പുറത്തുള്ള ഭൗതികമായിട്ടുള്ള യൂണിവേഴ്സിന്റെ ഭാഗങ്ങളെ മാത്രവും കരുതരുത്. മറിച്ച് ഈ ഫിസിക്കൽ എലമെന്റ്സ് അല്ലെങ്കിൽ ഈ ഫിസിക്കാലിറ്റിക്ക് അപ്പുറത്തേക്കുള്ള പ്ലെയിനുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ തലങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ ഫിസിക്കൽ റലത്തിനെ കുറിച്ചിട്ടുള്ള അറിവുകൾ ശാസ്ത്രത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ശാസ്ത്രം എപ്പോഴും കൈകാര്യം ചെയ്യുന്നത് ഈ ഫിസിക്കൽ റലത്തിലുള്ള കാര്യങ്ങളെയാണ്, അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെയാണ്. ശാസ്ത്രം ഇതിനെക്കുറിച്ച് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഇതിനെക്കുറിച്ചിട്ടുള്ള അറിവ് എപ്പോഴും ആർജിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആ അറിവ് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഇന്ന് നാം അറിയുന്നത് നാളെ നാം എന്തറിയുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി മാറ്റങ്ങളൊക്കെ വരാനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും സയന്റിഫിക് നോളജ് എന്ന് പറയുന്നത് ഒബ്സർവബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എംപീരിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള എംപീരിക്കൽ ഡാറ്റയെ അടിസ്ഥാനപ്പെടുത്തിയാണ് സയൻസിൽ നമ്മൾ ഓരോ കൺക്ലൂഷൻസിലും എത്തുന്നത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മളുടെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഈ പഞ്ചേന്ദ്രിയങ്ങളെ എൻഹാൻസ് ചെയ്യുന്ന വിധത്തിലുള്ള സയന്റിഫിക് എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ടൂൾസ് ഉപയോഗിച്ചോ ഒക്കെ അതിന്റെ ആ ഒരു പരിധിയിൽ ലഭിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള അറിവുകൾ മാത്രമാണ് നമുക്ക് ഭൗതിക ശാസ്ത്രം അല്ലെങ്കിൽ സയൻസ് കൊണ്ട് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഈ സയൻസിൽ തന്നെ ഏറ്റവും നമ്മൾ അതിന്റെ അങ്ങേ അറ്റത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ എത്തിച്ചേരുന്നത് ഫിസിക്സിൽ നിന്ന് നമ്മൾ വീണ്ടും ബിയോണ്ട് സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ആസ്ട്രോഫിസിക്സ് അതിനപ്പുറത്തേക്ക് വീണ്ടും പോവുകയാണെങ്കിൽ ഈ ഫിസിക്കാലിറ്റിയുടെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് വീണ്ടും നമ്മൾ കുറച്ചുകൂടി ഉയർന്ന തലത്തിലേക്ക് പോവുകയാണെങ്കിൽ മെറ്റാഫിസിക്കൽ റലത്തിലേക്കാണ് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നത്. എസ്പെഷ്യലി നിയോ പ്ലേറ്റോണിസത്തിന്റെ ഒക്കെ കാലഘട്ടത്തിലാണ് ഈ മെറ്റാഫിസിക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റിന് വളരെയധികം പ്രചാരം ലഭിക്കുന്നത്. അതൊരു ചെറിയ കാര്യമല്ല. വാട്ട് എവർ ബിയോണ്ട് ദ ഫിസിക്കാലിറ്റി, മെറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിയോണ്ട്, എബോവ്, അതിനപ്പുറത്തേക്കുള്ളത് എന്നുള്ള രീതിയിലാണ് അതിന്റെ അർത്ഥം വരുന്നത്. അപ്പം ഫിസിക്സിന് അടിപ്പെടാൻ പറ്റാത്തത്, ഫിസിക്സിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ, ഫിസിക്സിനെ കൊണ്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്തതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ പാരാസൈക്കോളജി എന്ന് പറയുന്നത് ഇതിനോടൊപ്പം നിൽക്കുന്നുണ്ട്. മെറ്റാഫിസിക്സിന്റെ ഒരു ഭാഗമായിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യുകയും ചെയ്യാം. കാരണം സൈക്കോളജിക്ക്, മനഃശാസ്ത്രത്തിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ മെറ്റാഫിസിക്സിന്റെ അണ്ടറിൽ വരുന്ന ഒരു പരിധി വരെയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ചിലപ്പം സയന്റിഫിക്കലി ഫിസിക്സിന്റെ അല്ലെങ്കിൽ ഫിസിക്കൽ മെത്തേഡ്സ് കൂടുതൽ എക്സ്പാൻഡ് ആകുന്ന സമയത്ത് കുറെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചേക്കും. എന്നിരുന്നാലും മെറ്റഫിസിക്കൽ റലത്തിനപ്പുറത്തേക്ക് സ്പിരിച്വൽ റലത്തിലേക്ക് പോകുന്ന സമയത്ത് ഇറ്റ് ക്യാൻ ഓൺലി ബി എക്സ്പീരിയൻസ്ഡ് ബൈ ദ സോൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു അസ്തിത്വത്തിന്, ഭൗതികമായിട്ടുള്ള അസ്തിത്വത്തിന് അപ്പുറത്തേക്കുള്ള ആത്മീയ തലങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അത്തരത്തിലുള്ള സിദ്ധികൾ വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ആ കാര്യങ്ങളെ അറിയുവാനും അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുവാനായിട്ടും സാധിക്കുകയുള്ളൂ. തിയോസഫിയും അല്ലെങ്കിൽ എസോട്ടറിക് നോളജ് ഇതൊക്കെ ഇത്തരം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്തു തന്നെയായാലും വിവിധ മതങ്ങൾ, മിസ്റ്റിക്കൽ ആയിട്ടുള്ള റിലീജിയൻസ്, നിഗൂഢതകൾ നിറഞ്ഞ മതങ്ങൾ അല്ലെങ്കിൽ വിശ്വാസ സംഹിതകൾ, ചിന്താധാരകളിൽ നിന്നൊക്കെ ഒരുപാട് അറിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഹിന്ദുയിസം, ബുദ്ധിസം, നിയോ പ്ലേറ്റോണിസം, ഇത്തരത്തിലുള്ള ചിന്തകൾ അല്ലെങ്കിൽ നിഗൂഢമായിട്ടുള്ള അറിവിന്റെ സംഹിതകൾ അല്ലെങ്കിൽ ഗൂഢവിദ്യകളുടെ സങ്കേതങ്ങൾ, ഇത്തരത്തിലുള്ള ഡൊമൈൻസിൽ കൂടെയാണ് നമ്മുടെ എക്സിസ്റ്റൻസിന്റെ റിയാലിറ്റിയിലേക്ക്, സ്പേസിന്റെയും ടൈമിന്റെയും മാറ്ററിന്റെയും എക്സിസ്റ്റൻസിന്റെ റിയാലിറ്റിയിലേക്ക് നമ്മളെ എൻറ്റർ ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ആകെയിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ വെച്ച് ഇവിടെ ജനിച്ചു വീണതിന് ശേഷം നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നമ്മളുടെ ഈ ഭൗതിക ശരീരമുണ്ട്, നമ്മളുടെ ചുറ്റിനും പല കാര്യങ്ങൾ മനുഷ്യനിർമ്മിതമായിട്ടും അല്ലാതെയും സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ മനുഷ്യനിർമ്മിതമല്ലാതെ മനുഷ്യന് മുൻപ് സൃഷ്ടിക്കപ്പെട്ട പലതിനെയും ആൾട്ടർ ചെയ്തു തന്നെയാണ് മനുഷ്യൻ പല കാര്യങ്ങളെയും സൃഷ്ടിക്കുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാഹനം ഉണ്ടാക്കുകയാണെങ്കിൽ, ഒരായുധം ഉണ്ടാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മരുന്നുണ്ടാക്കുകയാണെങ്കിൽ, ഇതെല്ലാം ഓൾറെഡി ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ചത്തിൽ മനുഷ്യന് ഫിസിക്കലായിട്ട് ആക്സസിബിൾ ആയിട്ടുള്ള സാധനങ്ങൾക്ക് തന്നെ മാറ്റം വരുത്തിക്കൊണ്ടാണ് ഇത്യാദി കാര്യങ്ങളൊക്കെ നമ്മൾ ഫോം ചെയ്യുന്നത്.
അപ്പൊ ഇതിനെക്കുറിച്ചിട്ടുള്ള നോളജ് നമുക്കുണ്ട്, അതിന് സയന്റിഫിക് നോളജ് എന്ന് നമ്മൾ പറയുന്നുമുണ്ട്. കാരണം ഒരു പരിധി വരെയുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് ഇതിനൊരു വിശദീകരണം നൽകുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണ് ഈ മാറ്റർ എക്സിസ്റ്റ് ചെയ്യുന്നത്, ഈ ടൈമിന്റെ നേച്ചർ എന്താണ്, അതുപോലെ തന്നെ ഈ സ്പേസും ടൈമും തമ്മിലുള്ള ബന്ധം എന്താണ്, സ്പേസ് എന്താണ്, ശൂന്യത എന്താണ്, പ്രകാശം എന്താണ്, ഇരുട്ട് എന്താണ്, അതുപോലെ തന്നെ ആറ്റമിക് ലെവലിലേക്ക് പോകുന്ന സമയത്ത് ഈ തന്മാത്രകളൊക്കെ എങ്ങനെ ഫോം ചെയ്തു, അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഫിസിക്സിന്റെ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് വർക്ക് ചെയ്യുന്ന നമ്മളായിരിക്കുന്ന ഈ ഒരു ഭൗതിക അസ്തിത്വത്തിന്റെ റലത്തിന് പറയുന്ന പേര് ഫിസിക്കൽ റലം എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ഫിസിക്കൽ പ്ലെയിൻ എന്ന് തന്നെയാണ്. ഇതിനെ നമുക്ക് ഒന്നാമത്തെ ഒരു തലമായിട്ട് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഒന്നാമത്തെ ഒരു പ്ലെയിൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് നമ്മളുടെ ഭൗതികമായിട്ടുള്ള ശരീരവും നമ്മളുടെ ചുറ്റിനും കാണപ്പെടുന്ന ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടി ചേർന്നിട്ടുള്ളതുമായിട്ടുള്ള ഈ ഒരു അവസ്ഥയാണ് നമ്മൾ ഫിസിക്കൽ പ്ലെയിൻ. ഇതാണ് ഒന്നാമത്തെ പ്ലെയിൻ, ഫസ്റ്റ് പ്ലെയിൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ പ്ലെയിനിന് മുകളിലേക്കാണ് മറ്റ് തലങ്ങൾ അല്ലെങ്കിൽ മറ്റ് മാനങ്ങൾ വരുന്നത്. ഈ ഫിസിക്കൽ പ്ലെയിൻ എന്ന് പറയുന്നത് നമ്മളുടെ ടാൻജിബിൾ റിയാലിറ്റി ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൊടാൻ, സ്പർശിച്ചുകൊണ്ടും അല്ലെങ്കിൽ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതായിട്ടുള്ള യാഥാർത്ഥ്യമാണ് ഈ ഫിസിക്കൽ പ്ലെയിനിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കനുസരിച്ചിരിക്കും. നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രവർത്തനരഹിതമായിട്ടുണ്ടെങ്കിൽ തന്നെ ആ പഞ്ചേന്ദ്രിയത്തിലൂടെ നമുക്ക് റിസീവ് ചെയ്യാനായിട്ട് പറ്റുന്നതായിട്ടുള്ള ഈ പറയുന്ന പെർസെപ്ഷൻ എന്ന് പറയുന്ന കാര്യം ലിമിറ്റഡ് ആകും എന്നുള്ളതാണ്. അപ്പൊ നമ്മളുടെ എല്ലാവരുടെയും പഞ്ചേന്ദ്രിയങ്ങൾ അതിന്റെ ഫുൾ പീക്കിൽ വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ആ പഞ്ചേന്ദ്രിയങ്ങളെ അടിസ്ഥാനമാക്കി ലിമിറ്റഡ് ആയിട്ടുള്ള നോളജ് നമ്മളുടെ ബ്രെയിനിന് ഡെവലപ്പ് ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡിഫറൻ്റ് ആണ് ഓരോ ആളുകളുടെയും പെർസെപ്ഷൻ എന്നുള്ളത്, അല്ലെങ്കിൽ ഈ സെൻസറി ഓർഗൻസിന്റെ വർക്കിങ്ങിൽ പോലും ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ ഞാൻ കാണുന്നത് പോലെ ആയിരിക്കില്ല മറ്റൊരാൾ കാണുന്നത്, നമ്മൾ കേൾക്കുന്നത് പോലെ ആയിരിക്കില്ല മറ്റൊരാൾ കേൾക്കുന്നത്. പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് തിങ്സ് ഫ്രം ദെയർ ലെവൽ ഓഫ് പെർസെപ്ഷൻ എന്നാണ് പറയുന്നത്. ഒരേ മതത്തിൽ പോലും വിഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാകാനായിട്ട് കാരണമാകുന്നത്, ഒരേ തത്വചിന്തയിൽ വിശ്വസിക്കുന്നവരിൽ പോലും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകാനായിട്ട് കാരണമാകുന്നത്, ഇതെല്ലാം മനുഷ്യരിൽ ഈ പറയുന്ന സെൻസറി ഓർഗൻസിന്റെയും അല്ലെങ്കിൽ അവരുടെ ലെവൽ ഓഫ് പെർസെപ്ഷന്റെയും ഡിഫറൻസിന് അനുസൃതമായിട്ട് മാറി മറിഞ്ഞിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം ആത്യന്തികമായിട്ട് മനുഷ്യകുലത്തിന് ഈ ഫിസിക്കൽ തലത്തിലൂടെ ഒരു യൂണിറ്റിയിലേക്ക് വരുവാനായിട്ട് സാധിക്കില്ല എന്നും നമുക്ക് ലോജിക്കലി തിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് രസകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. സോ ദ ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് മേക്സ് അസ് യൂണിഫൈഡ്? നമ്മളെ ഒന്നാക്കി തീർക്കുന്നത് എന്താണ്? നമ്മളെ ഒരു യൂണിഫൈഡ് റിയാലിറ്റിയിലേക്ക്, ഒരു ഹയർ പ്ലെയിൻ ഓഫ് എക്സിസ്റ്റൻസിലേക്ക്, ഒരു വൺനെസ്സിലേക്ക് അടുപ്പിക്കുന്ന ശക്തി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫിസിക്കൽ റലത്തിന്റെ അപ്പുറത്തേക്ക് ചിന്തയെ കൊണ്ടുപോകാതെ വേറൊരു വഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദ്രവ്യത്തെയും ഊർജത്തെയും അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഫിസിക്കൽ റലത്തിനെ ഡൊമിനേറ്റ് ചെയ്യുന്നത് ഫിസിക്കൽ ലോസ് അല്ലെങ്കിൽ ഭൗതിക നിയമങ്ങളാണ്. ബോധത്തിന്റെ ഏറ്റവും മൂർത്തമായിട്ടുള്ള പ്രവർത്തനത്തിനെ നമുക്ക് ഫിസിക്കൽ റലത്തില് അല്ലെങ്കിൽ ഭൗതിക മാനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അതിജീവനം, ആരോഗ്യം, ഭൗതികമായിട്ടുള്ള ജീവിതത്തിലെ അല്ലെങ്കിൽ സാഹചര്യങ്ങളിലെ വെല്ലുവിളികൾ, ഇതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് വേണം ഈ പറയുന്ന ഫിസിക്കൽ റലം അല്ലെങ്കിൽ ഫിസിക്കൽ പ്ലെയിനിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. തിയോസഫിസ്റ്റുകളുടെ വ്യൂ പോയിന്റ് പ്രകാരം ഈ ഭൗതിക തലത്തിനോട്, ഭൗതിക മാനത്തിനോട് അല്ലെങ്കിൽ ഫിസിക്കൽ പ്ലെയിനിനോട് വളരെ ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇഥറിക് പ്ലെയിൻ എന്ന് പറയുന്നത്. ഇത് ഭൗതിക തലത്തിനെയും, അതായത് ഒന്നാമത്തെ ഈ പറയുന്ന മാനത്തെയും അതിനപ്പുറത്തേക്ക്, അതിൽ ഒന്നാമത്തെ മാനം കഴിഞ്ഞതിന് ശേഷം, അതായത് ഈ പറയുന്ന ഫിസിക്കൽ റലത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ എഥറിക് റലം എന്ന് പറയുന്നത്. ആൻഡ് ഫിസിക്കൽ റലത്തിനെ മറ്റ് ഹയർ റലംസുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന ഇഥറിക് പ്ലെയിനിന്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതൊരു ട്രാൻസിഷൻ സ്റ്റേജ് ആണ്. ഇഥറിക് പ്ലെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭൗതികമായിട്ടുള്ള അസ്തിത്വത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള, സബ്റ്റിലായിട്ടുള്ള ഒരു ലെവലാണ് എന്നതും കൂടി മനസ്സിലാക്കുക. ഭൗതിക ശരീരം നശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മരണം സംഭവിക്കുന്ന സമയത്ത് ഒരുവന്റെ ആത്മാവ് ഈ പറയുന്ന ഇഥറിക് തലത്തിൽ നിന്നും ആസ്ട്രൽ തലത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്.
അപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന പ്യുവർ ഫിസിക്കൽ റലത്തിൽ തന്നെ പല രീതിയിലുള്ള ഘട്ടങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇഥറിക് തലം എന്ന് പറയുന്നത് ഈ ഫിസിക്കൽ റലത്തിന്റെ ഒരു ഹയർ പോർഷൻ ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇഥറിക് തലം എന്ന് പറയുന്നത് ഈ ഫിസിക്കൽ റലത്തിന്റെ അല്ലെങ്കിൽ ഈ ഫിസിക്കൽ പ്ലെയിനിന്റെ ഒരു സബ് പ്ലെയിൻ ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അപ്പൊ ഫിസിക്കൽ പ്ലെയിനിനെ ഇഥറിക് പ്ലെയിൻ ആണ് ഹയർ ലെവലിലേക്ക് അല്ലെങ്കിൽ ഹയർ പ്ലെയിനിലേക്ക് ഉയർന്ന മാനങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്നത് എന്ന് പറയുന്ന സമയത്ത് ഈ ഫിസിക്കൽ പ്ലെയിനിന് തന്നെ പല തട്ടുകളുണ്ട്, പല ലെവൽസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്കതിനെ സബ് പ്ലെയിനുകൾ എന്ന് വിളിക്കാം. ആ സബ് പ്ലെയിനുകളിൽ ഏറ്റവും ഉയർന്നതിൽ വരുന്നതാണ് ഇഥറിക് പ്ലെയിൻ എന്നുള്ളത് മനസ്സിലാക്കുക. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭൗതിക ശരീരം എക്സിസ്റ്റ് ചെയ്യുന്നത് ഫിസിക്കൽ പ്ലെയിനിൽ തന്നെയാണ്. അപ്പൊ ഭൗതിക ശരീരത്തിൽ നമുക്ക് ടാഞ്ചിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതായത് മെറ്റീരിയൽ മാറ്റർ കൊണ്ട് ഫോം ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് മജോറിറ്റി ആയിട്ട് നമുക്ക് കാണാനായിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ സെൻസറി ഓർഗൻസ് വെച്ചിട്ടും സയൻസിന്റെ സഹായത്തോടു കൂടി നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സൂക്ഷ്മ തലങ്ങൾ പോലും. അതിനപ്പുറത്തേക്കാണ് ഈ ഇഥറിക് തലം വരുന്നത്. ഇഥറിക് തലത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മളുടെ സോള് ഇഥറിക് തലത്തിലാണ് നമ്മളിൽ എക്സിസ്റ്റ് ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. പക്ഷെ നമ്മളുടെ ഭൗതിക ശരീരം നശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോളിന് ഈ ഇഥറിക് തലത്തിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഉടനെ തന്നെ അസ്ട്രൽ തലത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അസ്ട്രൽ തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതങ്ങളുടെ ഒരു ലോകം തന്നെയാണ്. കേൾക്കുന്ന സമയത്ത് പോലും ഒരു ഫാന്റസി കഥകളെ പോലും വെല്ലുന്ന രീതിയിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് ഈ അസ്ട്രൽ ലെവലിൽ അല്ലെങ്കിൽ അസ്ട്രൽ പ്ലെയിനിൽ അഥവാ രണ്ടാമത്തെ പ്ലെയിനിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ പ്ലെയിനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യവും കൂടി മനസ്സിലാക്കുക. നമ്മുടെ ഈ ഭൗതികമായിട്ടുള്ള ഫിസിക്കൽ പ്ലെയിനിന്റെ ഫിസിക്കൽ മാനത്തിന്റെ പല തലങ്ങൾ ഈ പറയുന്ന ഇഥറിക് തലം അതിൽ ഹയർ ആയിട്ട് വരുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഏതൊക്കെയാണ് ബാക്കി 3 എണ്ണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ടോട്ടൽ 4 എണ്ണമാണ് വരുന്നത്. അപ്പൊ അതിൽ ഒന്നാമതായിട്ട് വരുന്നത് സോളിഡ് ആണ്, രണ്ടാമതായിട്ട് വരുന്നത് ലിക്വിഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, മൂന്നാമതായിട്ട് വരുന്നത് ഗ്യാസിയസ് ബേസിലുള്ള കാര്യങ്ങളാണ്. ഇതിനും അപ്പുറത്തേക്ക് നാലാമതായിട്ട് വരുന്നതാണ് ഈ പറയുന്ന ഇഥറിക് ലെവൽ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടിയിട്ടുണ്ടായിരിക്കും. അതായത് ഫിസിക്കൽ റലത്തിന്റെ 4 സബ് പ്ലെയിനുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതായത് ഭൗതിക മാനത്തിന്റെ 4 സബ് ആയിട്ടുള്ള മാനങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പം ഈ നാലാമത്തേത് ഏറ്റവും അവസാനത്തെ ഘട്ടത്തിൽ നിന്ന് നമ്മൾ അസ്ട്രൽ ലെവലിലേക്ക് പ്രവേശിക്കുന്നു. ചില ആളുകൾക്ക് ചിലപ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്ര ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എല്ലാവർക്കും. ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ ഈ ഒരു കാര്യം അല്പം കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് അതിന്റെ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി അബോധ മനസ്സിലേക്ക് ഈ കാര്യം കൃത്യമായിട്ട് ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഇത്തരം കൺസെപ്റ്റുകളുടെ ഒക്കെ ഡാറ്റാബേസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന തിയോസഫിയെ കുറിച്ചും എസോട്ടറിക് മൂവ്മെന്റിനെ കുറിച്ചും അതുപോലെ തന്നെ ബുദ്ധിസത്തെ കുറിച്ചും നിയോ പ്ലേറ്റോണിസത്തെ കുറിച്ചും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല പ്രാചീന സ്കൂൾ ഓഫ് തോട്ട്സിൽ നിന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് അറിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ ഏൻഷ്യന്റ് റോമൻ ഫിലോസഫേഴ്സിന്റെ ഒക്കെ കാലഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻക്ലൂഡിങ് പ്ലേറ്റോ വരെയുള്ള ആൾക്കാരുടെ കാലഘട്ടം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന് മുൻപും ശേഷവും ഒക്കെ ആയിട്ട് നമുക്ക് ഇത്തരം ജ്ഞാനങ്ങളിലുള്ള വളർച്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഏൻഷ്യന്റ് റോമിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മിഡിൽ ഈസ്റ്റിൽ നിന്ന് എവിടെ നിന്നോ വന്നു എന്ന് പറയപ്പെടുന്ന, നമുക്ക് കൃത്യമായിട്ട് ഇപ്പോഴും ചരിത്രകാരന്മാർക്ക് സ്ഥലം അറിയില്ല, എവിടെ നിന്നാണ് ആര്യന്മാർ വേദങ്ങളുമായിട്ട് ഹിന്ദുക്കുഷ് മലനിരകളിലേക്ക് വരുന്നത് അല്ലെങ്കിൽ നമ്മളെ ഭാരതത്തിന്റെ ഒക്കെ ഭാഗത്തേക്ക് എത്തുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ചില സിമിലാരിറ്റീസ് നമ്മൾ ഏൻഷ്യന്റ് റോമിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഗ്രീസിലേക്ക് പോകുന്ന സമയത്തും അതുപോലെ തന്നെ പ്രാചീന ഭാരതത്തിലും ഒക്കെ കാണാനായിട്ട് സാധിക്കും. എസ്പെഷ്യലി ഭാഷയുടെ ഒറിജിന്റെ അടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് സംസ്കൃത ഭാഷ അല്ലെങ്കിൽ നമ്മുടെ ഈ സാൻസ്ക്രിറ്റ് ലാംഗ്വേജ് ആണ് മദർ ഓഫ് മറ്റു പല ഭാഷകളുടെയും അമ്മയായിട്ട് ഒറിജിനായിട്ട് കരുതപ്പെടുന്നത്. പക്ഷെ നമുക്ക് ഒറിജിനലി ആ സാൻസ്ക്രിറ്റ് തന്നെ ചെറിയ മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ വന്നിട്ടുണ്ടാകാം. എന്നിരുന്നാലും നമ്മളുടെ ഈ ഭാഗത്തേക്ക് എത്തപ്പെട്ടു എന്നുള്ളത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ സംസ്കാരത്തിലും ദേവന്മാരുണ്ട്. അതുപോലെ തന്നെ മറ്റ് റോമൻ സംസ്കാരങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ, പ്രാചീന ഗ്രീസിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ഈ ദേവന്മാരുടെ ഒക്കെ കൺസെപ്റ്റ് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന തരത്തിലുള്ള നോളജുകൾ, അതുപോലെ തന്നെ ഇൻഡോ യൂറോപ്യൻ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ചില പഠന മേഖലകളിലൊക്കെയും ഈ നോളജ് കോമൺ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അടിസ്ഥാനപരമായിട്ട് ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിവ് നൽകുന്നത് ഹിന്ദുവിസം എന്ന് പറയുന്ന മഹാസംസ്കാരത്തിൽ നിന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഇതിനെ പോപ്പുലറൈസ് ചെയ്തതും പുറത്തേക്ക് എത്തിച്ചതും
ഈ പറയുന്ന മറ്റ് വിദേശികളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാത്തത് കൊണ്ടും പ്രചരിപ്പിക്കാത്തത് കൊണ്ടും അവര് അതിനെക്കുറിച്ച് പഠിക്കുകയും അവരുടെ സ്വഭാവം അനുസരിച്ച് അത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് എത്തപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. നമ്മളുടെ അറിവുകൾ നമ്മളുടെ കയ്യിലിരുന്നു. അവർ നമ്മളുടെ അറിവുകൾ എടുത്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ അവർ പല സ്ഥലത്തു നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അവർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സഞ്ചരിക്കുന്നവരായിരുന്നു, അവര് അധികാരങ്ങൾ പിടിച്ചെടുക്കുന്നവരായിരുന്നു, റൂൾ ചെയ്യുന്നവരായിരുന്നു. അങ്ങനെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഈ അറിവ് എത്തി എന്നുള്ളതാണ്. പിന്നീട് തിയോസഫിക്കൽ മൂവ്മെന്റ് വരുന്ന സമയത്തും അതുപോലെ തന്നെ ഇസോട്ടറിക് മൂവ്മെന്റിന്റെ ഒക്കെ സമയത്താണ് ഇതിനെയൊക്കെ ഒന്നൊരു ഡാറ്റയായിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പൊ പല സീക്രട്ട് സൊസൈറ്റികൾ ഇൻക്ലൂഡിങ് ഇല്ലൂമിനേറ്റി അല്ലെങ്കിൽ ഫ്രീമേസൺസ് എന്നൊക്കെ പറയുന്ന ഇത്തരത്തിലുള്ള സംഹിതകളിൽ കൂടെയൊക്കെ ഈ ഡാറ്റ സൂക്ഷിക്കുന്നു എന്നാണ് കരുതപ്പെടുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നിഗൂഢ ജ്ഞാനങ്ങൾ അവർ തലമുറ കഴിയുന്തോറും കൈമാറി വരുന്നതായിട്ടും പറയപ്പെടുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള നമുക്ക് അപ്രാപ്യമായിട്ടുള്ള നമുക്ക് അറിവില്ലാത്ത എല്ലാത്തിനെയും ഈവിൾ ആണെന്നും പൈശാചികമാണ് എന്നും പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തേണ്ട ഒരു കാര്യമില്ല. അതുപോലെ തന്നെ പല സെമിറ്റിക് മതഗ്രന്ഥങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ചിലപ്പം മാറ്റി നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ഒരു വിലക്കപ്പെട്ട കാര്യമായിട്ട് പറയുന്നുണ്ടായിരിക്കാം. ഗൂഢവിദ്യകളിലുള്ള ജ്ഞാനം യൂസ്ലെസ് ആണ് എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കാം. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ജ്ഞാനമാണ് നമ്മളുടെ പ്ലെയിൻ ഓഫ് എക്സിസ്റ്റൻസിനെ കുറിച്ചിട്ടുള്ള അറിവ് നമുക്ക് നൽകുന്നത് എന്നുള്ളതാണ്. ഒരു മനുഷ്യന് ഗ്രാസ്പ് ചെയ്യാനായിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ഈ വീഡിയോ കാണുന്നതിൽ ഭൂരിപക്ഷം ആളുകൾ ഇത് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും അത് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളത് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം പലരും പറയാറുണ്ട്, ഒരു സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇത്തരം കാര്യങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും അല്ലെങ്കിൽ കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നുള്ളൂ എന്നുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇൻഫിനിറ്റിയുടെ സോൾസ് ആണ്, നമ്മൾ അനന്തതയുടെ ആത്മാക്കളാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾക്ക് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം നമുക്ക് അവകാശപ്പെട്ട കാര്യങ്ങളാണ്. ഈ പ്രപഞ്ചത്തിലുള്ള ജ്ഞാനവും വിജ്ഞാനവും എന്നും വേണ്ട ഗൂഢവിദ്യ ആയാലും നിഗൂഢവിദ്യകളായാലും നിഗൂഢജ്ഞാനമായാലും എല്ലാം എക്സ്പ്ലോർ ചെയ്യേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ വിജ്ഞാനം അല്ലെങ്കിൽ ജ്ഞാനം എന്നൊക്കെ പറയുന്നത് രത്നത്തെക്കാൾ വിലപിടിപ്പുള്ളതാണ് എന്നാണ് നമുക്ക് പഴയ പ്രാചീന മതഗ്രന്ഥങ്ങളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പം എല്ലാ മതങ്ങളെക്കുറിച്ചും പഠിക്കുന്ന സമയത്ത് കോമൺ ആയിട്ട് കാണുന്ന കുറെ എലമെന്റ്സിനെ അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള ആ വലിയ ഭാഗത്തിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് മനുഷ്യനിർമ്മിതമായിട്ടുള്ള പല മതങ്ങളും മനുഷ്യനെ അടിമയാക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതും ഫോം ചെയ്തിട്ടുള്ളതും ആ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളതും. അപ്പൊ അതിന്റെ അന്ധതയിൽപ്പെട്ട്, അടിമത്തത്തിന്റെ അന്ധതയിൽപ്പെട്ട് പോയി കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ ഒന്നും കാണാനായിട്ട് സാധിക്കുകയില്ല. ഈ ജന്മത്തിന്റെ ഒരു പർപ്പസ് തന്നെ അത്തരത്തിലുള്ള അടിമകൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് ഏറെ ദുഃഖിക്കേണ്ട ഒരു കാര്യമാണത്. അപ്പോൾ ഏൻഷ്യന്റ് ഹിന്ദുയിസം അല്ലെങ്കിൽ പ്രാചീന ഭാരതത്തിൽ നിന്നും പ്രാചീന ഗ്രീസിൽ നിന്നും ബുദ്ധിസത്തിൽ നിന്നും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ വിലപ്പെട്ട അറിവുകൾ ആരൊക്കെയോ പ്രിസർവ് ചെയ്ത് വെച്ചു എന്നുള്ളതാണ്. പല സൊസൈറ്റീസ്, ഫ്രീമേസൺസ് എന്നോ അല്ലെങ്കിൽ ഇലൂമിനേറ്റീസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ തിയോസഫിസ്റ്റുകൾ എന്നോ ഒക്കൾട്ട് റൈറ്റേഴ്സ് എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. എനിവേ, അവരൊക്കെ ഉള്ളതുകൊണ്ട് ഈ അറിവ് ഇന്ന് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നു. സോ ഫിസിക്കൽ പ്ലെയിനിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന 4 തലങ്ങൾ കവർ ചെയ്ത് ഉയരുന്ന സമയത്ത് നമ്മൾ അടുത്ത ട്രാൻസിസ്റ്റ് ആകുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് അസ്ട്രൽ പ്ലെയിൻ ആണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അസ്ട്രൽ മാനം എന്നുള്ളതാണ്. ശരീരത്തിന്റെ നാശത്തിന് ശേഷം അല്ലെങ്കിൽ മരണത്തിന് ശേഷം ബോധം എത്തിച്ചേരുന്ന ഒരു തലമാണ് ഈ പറയുന്ന അസ്ട്രൽ മാനം അല്ലെങ്കിൽ അസ്ട്രൽ പ്ലെയിൻ എന്ന് പറയുന്നത്. നിഗൂഢ തത്വചിന്ത അനുസരിച്ച് എല്ലാ മനുഷ്യർക്കും അസ്ട്രൽ ബോഡി അല്ലെങ്കിൽ ജ്യോതിഷ ശരീരം ഉണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അസ്ട്രൽ തലത്തിനെ നമുക്ക് മറ്റൊരു പേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അതിനെ ജ്യോതിഷ തലം എന്ന് തന്നെ അതുകൊണ്ട് വിളിക്കാനായിട്ട് സാധിക്കും. ഈ അസ്ട്രൽ ലെവൽ എന്ന് പറയുമ്പോൾ തന്നെ ഇത് വേറൊരു മാനമാണ്, വേറൊരു ഡയമെൻഷനാണ്. ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഡയമെൻഷൻസില് പോപ്പുലേറ്റ് ആയിരിക്കുന്നത് എന്താണെന്നുള്ളതാണ്, അല്ലെങ്കിൽ എന്താണ്, ആരൊക്കെയാണ് ഈ ഡയമെൻഷനിൽ ഉള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട അവിടെ പോപ്പുലേറ്റ് ആയിരിക്കുന്നത് ഒന്നാമത്തേത് ഏഞ്ചൽസ് ആണ്. മാലാഖമാര് അസ്ട്രൽ ലെവൽ അല്ലെങ്കിൽ ജ്യോതിഷ തലത്തിലാണ് ഉള്ളത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ മരണത്തിലൂടെ ഭൗതിക ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകുന്ന ആത്മാക്കളെയും നമുക്ക് ഈ ജ്യോതിഷ തലത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മറ്റ് നോൺ ഫിസിക്കൽ എൻറ്റിറ്റീസ് ഓർ ബീയിങ്സിനെയും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ മാലാഖമാരുള്ള സ്ഥിതിക്ക് അവിടെ ഒരു പക്ഷേ ഈവിൾ സ്പിരിറ്റ്സിനെയും ഡീമൺസും ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ പറയുന്ന അസ്ട്രൽ തലത്തിലാണ് അല്ലെങ്കിൽ ജ്യോതിഷ തലത്തിലാണ്, ജ്യോതിഷ മാനത്തിലാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സോ നോൺ ഫിസിക്കൽ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഫിസിക്കൽ ആയിട്ടുള്ള ഒരു തലമല്ല അത്. ഈ തലത്തിലേക്ക്
ബോധപരമായിട്ടുള്ള അനുഭവത്തിലൂടെ നമുക്ക് ഈ പറയുന്ന ജ്യോതിഷ തലത്തിലേക്ക് അല്ലെങ്കിൽ ആസ്ട്രൽ പ്ലെയിനിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയപ്പെടുന്നത്. പണ്ട് മഹർഷിമാർ ചെയ്തിരുന്ന അതീവ ഡീപ്പായിട്ടുള്ള മെഡിറ്റേഷൻസ് അല്ലെങ്കിൽ ധ്യാനം, ആഴത്തിലുള്ള ധ്യാനം, അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള പ്രത്യേക രീതിയിലുള്ള മന്ത്രങ്ങളൊക്കെ നമ്മൾ ഈ പറയുന്ന അസ്ട്രൽ ലെവലിലേക്ക് നമുക്ക് ഗ്ലിംസ് തരും അല്ലെങ്കിൽ ആക്സസ് തരും എന്നാണ് പൊതുവെ വിശ്വസിച്ചു പോരുന്നത്. അതുപോലെ തന്നെ ഒരു കൂട്ടം ചിന്തകർ പറയുന്നത് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന ആളുകൾക്കാണെങ്കിലും ഈ പറയുന്ന അസ്ട്രൽ ലെവലിലേക്ക് ടെമ്പററി ആയിട്ടുള്ള ആക്സസ് ലഭിച്ചതിന് ശേഷം തിരിച്ചു വരുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള പല ആളുകളും സയന്റിസ്റ്റുകളോട് ഒരേ രീതിയിലുള്ള എക്സ്പീരിയൻസ് പറയുന്നത്. അതായത് അവരൊക്കെ ഒരു സിൽവറി ടണലിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നതായിട്ട് അവർക്ക് തോന്നിയെന്നും അതിൽ ചില ആളുകളാണെങ്കിൽ മാലാഖമാരെയും സ്വർഗ നരകങ്ങളും ഒക്കെ അവിടെ ദർശിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ പറയുന്നതിന്റെ പിന്നിൽ നമുക്കതിനെ ഒരു ഭ്രമമായിട്ടോ അല്ലെങ്കിൽ അവർ ആയിരുന്ന കൾച്ചറിലുള്ള കാര്യങ്ങൾ അവർക്ക് മരണസമാനമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന സമയത്ത് അവരുടെ ബ്രെയിനിലൂടെ മിന്നിമറിഞ്ഞ് പോയതാണെന്നൊക്കെ സിംപ്ലി നമുക്ക് വാദിക്കുവാനായിട്ട് സാധിക്കും. പക്ഷെ ചില ആളുകൾ നിയർ ഡെത്ത് എക്സ്പീരിയൻസിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് ചില വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്ന കണ്ടിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്ന പരമാവധി കാര്യങ്ങളും സയന്റിഫിക്കലി സയന്റിസ്റ്റുകൾ എക്സ്പ്ലോർ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാം പ്രൂവ് ചെയ്ത കാര്യങ്ങളാണെന്നല്ല ഞാൻ പറയുന്നത്. പല റിസർച്ചുകൾ ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായ ആളുകളുടെ ഇടയിൽ ചെന്ന് ഇന്റർവ്യൂവും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തിയ സമയത്ത് സയന്റിസ്റ്റുകൾക്ക്, സൈക്യാട്രിസ്റ്റുകൾ അടക്കമുള്ള പ്രഗത്ഭരായിട്ടുള്ള ഗവേഷകർക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ തന്നെയാണ് ആ വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതൊന്നും ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആ വീഡിയോ ഞാൻ ഇതിന്റെ റിലേറ്റഡ് വീഡിയോസിലേക്ക് വെച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് ദർശിക്കാവുന്നതാണ്. എനിവേ, ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത് ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഉണ്ടായ പല ആളുകളും ഈ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഏഞ്ചൽസിനെ കുറിച്ചും ഡീമൺസിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന സമയത്ത് അവർ അസ്ട്രൽ തലത്തിൽ പോയിട്ട് പല കാഴ്ചകൾ കണ്ടു എന്ന് പറയുന്ന സമയത്ത് ഇതിനൊക്കെ സിമിലാരിറ്റി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന നിഗൂഢ ജ്ഞാനത്തിന്റെ വഴി അനുസരിച്ച് ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് മനസ്സിലാകുന്നതും ഇതിനെ ശരിവെക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. മുൻപ് പറഞ്ഞതുപോലെ ഏഞ്ചൽസ് അല്ലെങ്കിൽ നോൺ ഫിസിക്കൽ ബീയിങ്സും എൻറ്റിറ്റീസും ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു റെലം എന്നുള്ളത് നമുക്ക് അവിടെ പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ലൂസിഡ് ഡ്രീമിംഗ് ചെയ്യുന്നതിലൂടെ, അതായത് ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള സ്വപ്നം, ആ ഒരു ലൂസിഡ് ഡ്രീമിങ്ങിനെ കുറിച്ച് മറ്റു പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു ഹിപ്നോസിസ് ലൈക്ക് സ്റ്റേജിലേക്ക് പോയതിനു ശേഷം നമ്മൾ സ്വപ്നം കാണുന്നതിന്റെ മേൽ നമുക്കൊരു നിയന്ത്രണമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നിയന്ത്രണത്തിലാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. അതിനാണ് ലൂസിഡ് ഡ്രീമിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് വളരെ റിലാക്സ്ഡ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യവും കൂടിയാണ്. പക്ഷെ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്ത് അതൊക്കെ ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടുമാണ്. ലൂസിഡ് ഡ്രീമിംഗ് പോലെ തന്നെ അസ്ട്രൽ പ്രൊജക്ഷൻ ഒക്കെ നടത്താനായിട്ട് പലരും ശ്രമിച്ച് പല പ്രശ്നങ്ങളിലേക്ക് പോയതൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ പറയുന്നത് ഇത്തരം കാര്യങ്ങളിലേക്ക്, ഇത്തരം തലങ്ങളിലേക്കൊക്കെ ഫോഴ്സ്ഫുൾ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുക. റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് അതിലേക്ക് ഒരു ദർശനം ലഭിക്കണമെന്ന് പ്രപഞ്ചത്തിനൊരു തീരുമാനമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള നിയോഗം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ദർശിക്കപ്പെടുക തന്നെ ചെയ്യും. അപ്പൊ പല മതങ്ങൾ, ഞാനീ പറഞ്ഞു, ഹിന്ദുവിസം ആയാലും പ്രാചീന ഗ്രീസിലേക്ക് പോയാലും ഇനി ഈജിപ്ഷ്യൻ സംസ്കാരങ്ങളിൽ ആൽക്കമി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നോക്കിയാലും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം ഒരേ രീതിയിലുള്ള എക്സ്പ്ലനേഷൻസ് ആണ്. ബട്ട് എന്തുകൊണ്ടാണ് മെയിൻ സ്ട്രീമിൽ നിന്നിരിക്കുന്ന പല റിലീജിയൻസും അല്ലെങ്കിൽ പല സെമിറ്റിക് റിലീജിയൻസും ഇത്തരം കാര്യങ്ങളെ മറച്ചു വെച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യരാശിയെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ടും മനുഷ്യൻ തന്നെ അടർത്തി മാറ്റിയതാണോ എന്നുള്ള ഒരു ചോദ്യം, ഒരു സംശയം നമുക്ക് അവിടെ നിലകൊള്ളും എന്നുള്ളതാണ്. സോ മനസ്സിലാക്കുക, യു ആർ എ ബീയിങ് ബിയോണ്ട് ഈ റിലീജിയന്റെ കെട്ടുപാടുകൾക്ക് അപ്പുറത്തേക്കുള്ള ഒരു ബീയിങ് ആണ്. യു ആർ ദ ഇൻഫിനിറ്റ് ബീയിങ് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. സോ ഞാൻ ഈ പറഞ്ഞ ടെക്നിക്കുകളിലൂടെ കോൺഷ്യസ് ആയിട്ടുള്ള, ബോധപരമായിട്ടുള്ള ഒരു ആക്സസ് നമുക്ക് ഈ പറയുന്ന അസ്ട്രൽ തലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നാണ് പല ചിന്തകരും അവകാശപ്പെടുന്നത്. പരമാവധി പല വീഡിയോകളിലും പറയുന്നത് പോലെ തന്നെ ഞാൻ പറയുകയാണ്, ഈ പറയുന്ന കാര്യങ്ങളൊന്നും സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളതല്ല. ബിക്കോസ് സയൻസിന്റെ സ്കോപ്പിന് ബിയോണ്ട് ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്നുള്ളത്. സോ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ കോൺഷ്യസ്നെസ്സിനെ അസ്ട്രൽ വെഹിക്കിൾ ഉപയോഗിച്ചുകൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന അസ്ട്രൽ തലങ്ങളിലൂടെ സഞ്ചരിച്ചതിന് ശേഷം, അല്ലെങ്കിൽ അതിനും അപ്പുറത്തുള്ള തലങ്ങളിലേക്ക് ആക്സസ് ലഭിച്ചതിന് ശേഷം തിരിച്ച് ഫിസിക്കാലിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഫിസിക്കൽ ബോഡിയിലേക്ക് തിരിച്ചു വരാനാകും എന്നാണ് ചില സ്പിരിച്വലിസ്റ്റുകൾ ഇതിനെക്കുറിച്ച് വാദിക്കുന്നത്. അതുപോലെ തന്നെ തിയോസഫിസ്റ്റ് ഓതറും ഒക്കൾട്ടിസ്റ്റും ഫ്രീമേസണും ഒക്കെ ആയിരുന്ന ശ്രീലങ്കൻ ബേസ്ഡ് ആയിട്ടുണ്ടായിരുന്ന കറുപ്പുമുല്ലകെ ജിനരാജദാസ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ഓതർ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരു വ്യക്തി മരണപ്പെടുന്ന സമയത്ത് ജ്യോതിഷ ശരീരത്തിൽ
പൂർണ്ണ ബോധത്തോടെ എത്തും എന്നുള്ളതാണ്. ഒരു നിശ്ചിത സമയം കഴിയുന്ന സമയത്ത് ജ്യോതിഷ ശരീരം ശിഥിലമാകുന്നു, അല്ലെങ്കിൽ ജ്യോതിഷ ശരീരത്തിന്റെ ശക്തി ക്ഷയിക്കുന്നു. തുടർന്ന് ആ വ്യക്തി മെന്റൽ ലെവലിലേക്ക് അല്ലെങ്കിൽ മാനസിക തലത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. അപ്പൊ ഇത് അദ്ദേഹത്തിന്റെ ഒരു ചിന്തയാണ്. ഒരുപാട് തിയോസഫിസ്റ്റ്, ഒക്കൾട്ടിസ്റ്റ് ആയിട്ടുള്ള ഫ്രീമേസൺ ബേസിലുള്ള ഓതേഴ്സ് ഒക്കെ ഇത്തരത്തിലുള്ള സെയിം നോളജ് ഷെയർ ചെയ്തിട്ടുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, അവരുടെ റൈറ്റിംഗ്സിൽ കൂടെയും അല്ലെങ്കിൽ അവരുടെ മറ്റ് സൃഷ്ടികളിൽ കൂടെയൊക്കെ ആയിട്ട്. ഒരുപാട് കലാസൃഷ്ടികളെയും കലാരൂപങ്ങളെയും ഒക്കെ ഇത്തരത്തിലുള്ള നോളജ് അല്ലെങ്കിൽ വിസ്ഡം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു തിയോസഫിസ്റ്റും ഒക്കൾട്ടിസ്റ്റും ഫ്രീമേസണും ലിബറൽ കാത്തലിക് ചർച്ചിന്റെ ബിഷപ്പും ഒക്കെ ആയിരുന്ന പ്രസിദ്ധ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസർ ആയിട്ടുണ്ടായിരുന്ന രുക്മിണി ദേവി അരുന്ധേലിന്റെ ഭർത്താവുമായിട്ടുള്ള ജോർജ് എസ് അരുന്ധേൽ അഥവാ ജോർജ് സിഡ്നി അരുന്ധേൽ, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും കൂടി നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഓൾ ലിവിങ് ഹ്യൂമൻസ് ആൻഡ് ആനിമൽസ് ഉറങ്ങുന്ന സമയങ്ങളിൽ ടെമ്പററി ആയിട്ട് അസ്ട്രൽ ലെവലിലേക്ക് പോയിട്ട് സ്വപ്നങ്ങളിലൂടെ ആ തലങ്ങളെ ആക്സസ് ചെയ്തിട്ട് തിരിച്ചു വരാറുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും സ്വപ്നം കാണുന്ന സമയത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളിൽ നിന്ന് വേർപെട്ടു പോയവരെ സ്വപ്നം കണ്ടിട്ടുണ്ടോ? അവർ നിങ്ങളോട് പല കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ടോ നിങ്ങളുമായിട്ട് ഇടപെടുന്നതും സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടോ? പ്രോബബിളി ഇദ്ദേഹത്തിന്റെ ഒക്കെ വ്യൂ പോയിന്റ് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ടെമ്പററി ആയിട്ടെങ്കിലും നമ്മൾ ഈ പറയുന്ന അസ്ട്രൽ തലത്തിലേക്ക് ആക്സസ് ചെയ്തു എന്നുള്ളതാണ്. ഈ തലങ്ങളെക്കുറിച്ച്, ഈ മാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും ചിന്തിക്കണം, ഈ ഓരോ തലങ്ങളും സെപ്പറേറ്റ് ആയിട്ട് ഒരു ബന്ധവുമില്ലാതെ അല്ല നിൽക്കുന്നത്. ഈ പറയുന്ന ഭൗതിക തലം എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു ഫിസിക്കൽ എസൻസ് ആണ് എന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു ഐഡിയലിസ്റ്റിക് റെലം തന്നെയാണ് ഈ ഹയർ തലങ്ങൾ അല്ലെങ്കിൽ ഹയർ പ്ലെയിൻസ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾസും എക്സ്പ്ലനേഷൻസും ഒക്കെയാണ് ഇവിടെ തരുന്നത്. എൻ്റെ മനസ്സിൽ ഞാൻ മനസ്സിലാക്കുന്നതും കാണുന്നതുമായിട്ടുള്ള കാര്യം എത്രമാത്രം എനിക്ക് പറഞ്ഞു ഫലിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഓഷോയുടെ വാക്കുകൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഞാൻ എന്തു പറഞ്ഞു എന്നുള്ളതിന് ഞാൻ ഉത്തരവാദിയാണ്, അതിൽ നിന്ന് നിങ്ങൾ എന്തു മനസ്സിലാക്കി എന്നുള്ളതിന് ഞാൻ ഉത്തരവാദിയല്ല. 1929 രചിക്കപ്പെട്ടിട്ടുള്ള ദ പ്രൊജക്ഷൻ ഓഫ് അസ്ട്രൽ ബോഡി എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത്, നിങ്ങൾ സ്വപ്നം കാണുന്ന സമയത്ത് നിങ്ങൾ അസ്ട്രൽ തലത്തിലേക്ക് ആക്സസ് കിട്ടിയിരിക്കുകയാണ് എന്ന് തന്നെയാണ്. വൈൽ ഡ്രീമിങ് യു ആർ ഇൻ അസ്ട്രൽ പ്ലെയിൻ എന്ന് തന്നെയാണ്. അതായത് നിങ്ങൾ സ്വപ്നം കാണുന്ന സമയത്ത് നിങ്ങൾ അസ്ട്രൽ തലത്തിലേക്ക് അല്ലെങ്കിൽ ജ്യോതിഷ തലത്തിലാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പരമഹംസ യോഗാനന്ദ അദ്ദേഹത്തിന്റെ ദ ഓട്ടോബയോഗ്രഫി ഓഫ് യോഗി എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഓൾ ഹ്യൂമൻസ് എൻ്റർ അസ്ട്രൽ വേൾഡ് ആഫ്റ്റർ ഡെത്ത്. അതായത് എല്ലാ മനുഷ്യരും മരണശേഷം അസ്ട്രൽ വേൾഡിലേക്ക് എൻ്റർ ചെയ്യുന്നു. അവിടെ വെച്ച് അവർ കർമ്മത്തിന്റെ വിത്തുകൾ പാകുന്നു, അല്ലെങ്കിൽ കർമ്മത്തിന്റെ റിസൾട്ട്സ് നോക്കുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ജീസസ് ക്രൈസ്റ്റിന്റെ വാക്കുകൾ നമ്മൾ നോക്കുക, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് എന്തും സ്വർഗത്തിലും കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നത് എന്തും സ്വർഗത്തിലും അഴിക്കപ്പെടും എന്ന് പറയുന്ന പോലെ തന്നെ. അതായത് ഇവിടെ ചെയ്ത കർമ്മങ്ങളുടെ സീഡ്സ് അവിടെ പാകിയതിനു ശേഷം, അത് നോക്കിയതിനു ശേഷം, അവിടെ നിന്ന് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഈ പറയുന്ന കർമ്മം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ റീഇൻകാർണേഷൻ ആവശ്യമാണ് എന്നുണ്ടാവുകയാണെങ്കിൽ അസ്ട്രൽ പ്ലെയിനിൽ നിന്ന് നേരെ തിരിച്ച് വീണ്ടും ഇവിടേക്ക് റീഇൻകാർണേറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത്. പരമഹംസ യോഗാനന്ദ അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്ന ശ്രീയുക്തേശ്വരഗിരിയിൽ നിന്ന് മനസ്സിലാക്കിയ ഈ കാര്യത്തിനോടൊപ്പം അദ്ദേഹം ഒരു കാര്യവും കൂടി കൂട്ടിച്ചേർക്കുകയാണ്. നിർവികൽപ സമാധിയിലേക്ക് എത്തുന്ന സമയത്ത് ആത്മാവ് ഒരു ഇല്യൂമിനേറ്റഡ് ആയിട്ടുള്ള അസ്ട്രൽ പ്ലാനറ്റിലേക്ക് എത്തിപ്പെടുകയാണ്. അതിന് പറയുന്ന പേരാണ് ഹിരണ്യലോകം എന്ന് പറയുന്നത്. അതിനുശേഷം മെന്റൽ ആൻഡ് കോസൽ തലങ്ങളിലൂടെ ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഗുരുവിനെ പോലെ ഈ പറയുന്ന നിർവികൽപ സമാധിയിലൂടെ എത്തിച്ചേർന്ന ആളുകൾ ഫൈനൽ യൂണിഫിക്കേഷനിലേക്ക് പോകുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ പരബ്രഹ്മത്തിൽ ലയിക്കുന്നു എന്ന് മറ്റൊരു ലാംഗ്വേജിൽ പറയാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മോക്ഷം പ്രാപിക്കുന്നു എന്ന്. റോബർട്ട് ബ്രൂസ് അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സിലും അല്ലെങ്കിൽ ടീച്ചിങ്സിലും ഒക്കെ അഭിപ്രായപ്പെടുന്ന ഒരു കാര്യം, ഈ പറയുന്ന ഡിഫറെന്റ് പ്ലെയിൻസ് ഓഫ് എക്സിസ്റ്റൻസ്, അതായത് ഈ തലങ്ങൾ, മാനങ്ങൾ, ഇവയിൽ താഴെ തലങ്ങൾ ഡള്ളായിട്ടുള്ള നിറങ്ങൾ കൊണ്ടും ഉയർന്ന തലങ്ങളിലേക്ക് പോകുമ്പോൾ കൂടുതൽ മനോഹരവും കോംപ്ലക്സും വൈബ്രന്റ് ആയിട്ടുള്ള നിറങ്ങളാലുമാണ് ഈ പ്ലെയിൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നൊക്കെയാണ്. അങ്ങനെ പല രീതിയിലുള്ള വർണ്ണനകളും എക്സ്പ്ലനേഷൻസും ഉണ്ട് ഈ പറയുന്ന മാനങ്ങളെ കുറിച്ചിട്ട്. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മണ്ഡല ജോമെട്രി ഒക്കെ ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് വരുന്ന കൺസെപ്റ്റുകളാണ് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കുക. സോ വി ആർ ഇൻഫിനിറ്റ് ബീയിങ്സ് ആണെന്നുള്ളതും
നമ്മൾ ഈ ആയിരിക്കുന്ന നമ്മുടെ ഈ സെൻസറി ഓർഗൻസ് വെച്ച് മാത്രം മനസ്സിലാക്കുന്ന പ്രകൃതി, പ്രപഞ്ചം അല്ലെങ്കിൽ വിസിബിൾ ഗാലക്സി, അതിന് ബിയോണ്ട് ആയിട്ടുള്ള സയൻസ് നമുക്ക് പറഞ്ഞു തരുന്നതായിട്ടുള്ള ഗാലക്സി, ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള മാനങ്ങൾ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വിളിക്കപ്പെട്ടവർക്ക് മാത്രമായിരിക്കാം ഒരുപക്ഷെ ഇത്തരം തലങ്ങളിലേക്ക് ആക്സസ് ലഭിക്കുന്നത്. ഈ വീഡിയോയിൽ കേട്ട കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒന്നും ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇത് വെറും ഇൻഫോർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഇത് എക്സ്പ്ലോർ ചെയ്യാനും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ ഡിസ്കസ് ചെയ്യാനും ഒക്കെ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അതുകൊണ്ട് മനസ്സിലാക്കുക, നമ്മൾ എപ്പോഴും നമ്മുടെ ലോജിക്കിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പല മതങ്ങളും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള അവയുടെ എസൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ചില മതങ്ങൾ നല്ല ഉദ്ദേശങ്ങളോടെ ആയിരിക്കാം ഇത്തരത്തിലുള്ള നിഗൂഢ ജ്ഞാനങ്ങളെ മാറ്റി നിർത്തിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യനും ഇതിനെ പല രീതിയിൽ ഗ്രാസ്പ് ചെയ്യും. ഒരുപക്ഷെ നമ്മുടെ മഹർഷിമാർ പോലും ഇത്തരത്തിലുള്ള പല ജ്ഞാനങ്ങളും ചില കാലഘട്ടങ്ങളിൽ ഹൈഡ് ചെയ്ത് വെച്ചു എന്നാണ് പറയുന്നത്. ഈജിപ്തിലേക്ക് പോവുകയാണെങ്കിലും ഇത്തരത്തിലുള്ള ജ്ഞാനങ്ങളൊക്കെ ഉന്നത നിലങ്ങളിൽ സൂക്ഷിച്ചു വെച്ചു, അത് താഴേക്ക് വിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് തിങ്സ് ഫ്രം ദെയർ ലെവൽ ഓഫ് പെർസെപ്ഷൻ. അപ്പൊ എല്ലാവരും ഒരുപോലെ ആയിരിക്കുകയില്ല ഇത്തരത്തിലുള്ള കോംപ്ലക്സ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷെ വൺസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ മനസ്സിലാക്കിയ ആളുകളൊക്കെ ഒരേ സത്യങ്ങളായിരിക്കും പറഞ്ഞുകൊണ്ടും ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നിർത്തുകയാണ്. മറ്റ് തലങ്ങളിലേക്ക്, മറ്റ് അറിവുകളിലേക്ക് നമ്മൾ വരും വീഡിയോകളിലൂടെ തീർച്ചയായിട്ടും കൂടുതൽ ആത്മീയതയുടെ ഡീപ്പസ്റ്റ് ആയിട്ടുള്ള നിഗൂഢ തലങ്ങളിലൂടെ സഞ്ചരിക്കാനാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്തേ.